ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ആദർശും അതുപോലെ തന്നെ നയനയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇവരിങ്ങനെ സംസാരിച്ച് സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നത് കാണുന്ന സമയം നമ്മുടെ ദേവയാനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എപ്പ നോക്കിയാലും രണ്ടുപേരും അടയും പീരയും പോലെ തന്നെ ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാനാ, ഇതുങ്ങളെ എങ്ങനെ പിരിച്ചെടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ അനാമികയ്ക്ക് ഒരു കോള് വരികയാണ്. അനാമികയാണെങ്കിലോ ആ കോള് കണ്ടത് പെട്ടെന്ന് ചുറ്റുപാട് നോക്കിയിട്ട് അവിടെ ഒന്ന് നിന്ന് പരുങ്ങി. അതിനുശേഷം അവൾ അങ്ങ് മാറി നിന്നിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുക. പക്ഷെ ഈ കാര്യങ്ങൾ മുഴുവനും അവിടെ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റാരും അല്ലാട്ടോ, നമ്മുടെ നവ്യ തന്നെയാണ്. നവ്യൊക്കെ ആണെങ്കിൽ ഈ അനാമികയെ നല്ല സംശയമാണ്. അനാമിക ഒരു ഫ്രോഡാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ നവ്യ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവ്യക്ക് ഇവളുടെ ചില സംസാര രീതികളും ഇവളുടെ അടക്കം പറച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ നല്ലതുപോലെ തന്നെ സംശയമുണ്ട്. അവളാണെങ്കിൽ ഇവൾ എന്താ സംസാരിക്കുന്നതെന്ന് അപ്പുറം മാറി നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനാമിക, നീ എന്തിനിപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്നൊക്കെ ചോദിച്ച് വളരെ രഹസ്യമായിട്ട് പഴയ ഒരു കാമുകനോട് സംസാരിക്കുക. ഹാ മോളു, നിനക്ക് എന്തുണ്ട് വിശേഷം? അനന്തപുരി തറവാട്ടിലേക്ക് വിവാഹം കഴിഞ്ഞു പോയിട്ട് നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ. ഞാനിപ്പൊ നിന്നെ വിളിച്ചത് എന്താന്നോ, ഞാൻ ഇവിടെ ഈ നാട്ടിൽ തന്നെയുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിക്കുക. അപ്പൊ ഇവൻ ഇങ്ങനെ പറഞ്ഞതും നമ്മുടെ അനാമികയാണെങ്കിൽ, ദയവ് ചെയ്ത് എന്റെ ജീവിതം കലക്കരുത്, ഞാൻ എങ്ങനെയും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. എടി പൊന്നുമോളെ, നീ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ ശരിയാവുന്നത്? നീ എന്നെക്കാട്ടിലും കാശുള്ള ഒരുത്തനെ കണ്ടപ്പം എന്നെ തേച്ചിട്ട് പോയതല്ലേ. അപ്പൊ നിന്റെ പഴങ്കഥകളൊക്കെ മറ്റാരെക്കാട്ടിലും നന്നായിട്ട് അറിയാവുന്നത് എനിക്കല്ലേ. നിന്റെ തന്തയുണ്ടല്ലോ വേണു, അയാളും അതുപോലെ നിന്റെ അമ്മ രേവതിയും കൂടി ചേർന്ന് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടല്ലേ നീ ഇപ്പൊ അനന്തപുരിയിൽ കയറി പറ്റിയത്, അവിടുത്തെ ചെക്കനെ കറക്കി എടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുക. എടാ, നിനക്കിപ്പൊ എന്താ വേണ്ടത്? എവിടെയാ ഞാൻ വരേണ്ടതെന്നൊന്ന് പറഞ്ഞു തൊലയ്ക്കെന്നും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്കിനും അവൻ പറഞ്ഞു, അങ്ങനെ വഴിക്ക് വാ മോളെ, മോൾക്കപ്പം മര്യാദയൊക്കെ അറിയാല്ലേ. അല്ല, എങ്ങനെയുണ്ട് നിന്റെ അനന്തപുരി തറവാട്ടിലെ താമസമൊക്കെ? ഗംഭീരമാണോ? അവിടുന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയോടി എന്ന് ചോദിക്കുക. എടാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഞാന് എന്റെ ഭർത്താവിന്റെ ബിസിനസ് ഒക്കെ ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം താങ്ങായും തണലായും നിന്ന് ജീവിക്കുക. ഓ, അവള് വലിയൊരു കുടുംബസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇവൻ കളിയാക്കുകയാണ്. നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? ഇതൊക്കെ പറയാനാണോന്ന് ചോദിച്ച് അനാമിക ചൂടാകുക. മോളെ, ചൂടാകല്ലേ, ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ ഇരിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്, അങ്ങോട്ടേക്ക് വന്ന് പറയുക. ആ ശരി, ഞാൻ വന്ന് തൊലയ്ക്കാന്നും പറഞ്ഞ് അവള് ഫോൺ വെക്കുക. അപ്പം ഇവൾക്ക് എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ നവ്യ അവിടെ നിന്ന് ഓർക്കുക കേട്ടോ. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ഈ ചെറുക്കൻ ഇരിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് നമ്മുടെ നന്ദുവിന്റെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ കൂടി വരിക. അപ്പം അവര് വന്നതും നമ്മുടെ അനാമിക അങ്ങോട്ട് കയറി പോകുന്ന ആ ഒരു കാഴ്ച കണ്ടു. ഇത് കാണുന്ന സമയത്ത് അവന്മാർക്കൊരു സംശയം, ഇതെന്താപ്പ ഇവള്, അതും തനിച്ച്? സാധാരണ അനന്തപുരി തറവാട്ടിലെ പെണ്ണുങ്ങളാരും ഇങ്ങനെ തനിച്ച് നടക്കാറില്ലല്ലോ. അവര് പോകുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ, ഒരു പ്രൗഢിയിലൊക്കെയാണ് പോകുന്നത്. അല്ല, ഇവളെന്താ ഇവിടെ വന്നത്, അതും അനിയില്ലാതെ? എന്തോ ചില വശപ്പിശക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കൂടെ ഇരിക്കുന്ന പയ്യനെ കണ്ടിട്ടും അവളുടെയും അവന്റെയും എക്സ്പ്രഷൻ കണ്ടിട്ടും ഈ കൂട്ടുകാരന്മാർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുക. അവരാണെങ്കിലും നമ്മുടെ നന്ദുവിനോട് പറഞ്ഞു, നന്ദു എടി, അപ്പുറത്തെ ചെയറിലിരിക്കുന്നത് ആരാണെന്ന് നീ കണ്ടോ? ഇത് അനാമികയാണല്ലോ. അല്ല, ഇവളെന്താ ഇവിടെ, അതും ഇവളുടെ ഒപ്പം ഏത് ചെക്കനാ ഇരിക്കുന്നത്? എന്റെ പൊന്നുമോളെ, ഈ അനാമിക എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് എല്ലാവർക്കും മുന്നേ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ പാവം നമ്മുടെ അനിയുടെ തലയിൽ ഈ കുരിശ് വന്ന് കയറിയതാണ്. എന്തായാലും നമുക്കൊന്ന് അനിയെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. എടാ, എന്തിനാ വെറുതെ അവന്റെ ജീവിതം കലക്കുന്നതെന്ന് കൂടെ ഇരിക്കുന്ന ഒരുത്തൻ പറഞ്ഞു. അത് സാരയില്ല, അവനും കൂടി അറിയണമല്ലോ ഇവൾ ഒന്നാം തരം ഉടായ്പാണ് എന്നുള്ള കാര്യം. അവിടെ വെച്ച് നമ്മുടെ അനിയെ വിളിക്കുക ഇവരെല്ലാരും കൂടി ചേർന്ന്. എടാ, നീ എവിടെയാണ്? ഞാൻ വീട്ടിലുണ്ട്. അല്ല, നിന്റെ ഭാര്യ എവിടെ പോയതാ? അവളോ? എടാ, അവള് ഏതോ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടെന്നും അവളെ കാണാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയതാ.
ആ അപ്പൊ അതാണല്ലേ സംഭവം. എന്റെ പൊന്നനി, ഞങ്ങൾ നിന്നോടൊരു സത്യം പറയാം. അത് കേട്ട് കഴിഞ്ഞാല് നീ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. ദേ, നിന്റെ ഭാര്യ കൂട്ടുകാരനെ കാണാനൊന്നും അല്ല പോയിരിക്കുന്നത്. അല്ല സോറി, കൂട്ടുകാരിയെ കാണാനൊന്നും അല്ല പോയിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുള്ള നമ്മളെപ്പോഴും ഒത്തുകൂടുന്ന ആ ഒരു കടയില്ലേ, അവിടെ വന്നു കഴിഞ്ഞാല് നിന്റെ ഭാര്യയെയും അവളുടെ ഫ്രണ്ടിനെയും നിനക്ക് കയ്യോടെ കാണാന്ന് പറയുക. അപ്പം ഇവര് പറഞ്ഞതനുസരിച്ച് നമ്മുടെ അനിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞു. അപ്പം നന്ദു ഉണ്ടോടാന്ന് ചോദിക്കുക. ആ, നന്ദു ഒക്കെ ഇവിടെ ഉണ്ട്. നന്ദു പറഞ്ഞു ഈ വിവരങ്ങളൊന്നും നിന്നെ വിളിച്ച് പറയണ്ടാന്ന്. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് എങ്ങനെയാ നിന്നോട് പറയാതിരിക്കുന്നത്. അപ്പൊ ഇവർ ഈ സംസാരമൊക്കെ കഴിഞ്ഞു. അനി ഇങ്ങോട്ട് വരാന്നും പറഞ്ഞു. ഈ സമയം നമ്മുടെ അനാമികയാണെങ്കിലോ, അതെ, നീ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എനിക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോണം. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഫോണിൽ കൂടി പറഞ്ഞാ പോരെന്ന് ചോദിക്കുക. അല്ല മോളെ, നിന്റെ കെട്ടിയോനെ വിളിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പം അവനും കാര്യങ്ങളുടെ ഗതി മനസ്സിലാകും. നീ ആരാണെന്നും നീ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയതെന്നും അവൻ അറിഞ്ഞു കഴിഞ്ഞാല് അടുത്ത സെക്കൻഡിൽ നിന്നെ ആ ഒരു അനന്തപുരി തറവാട്ടിന്ന് അടിച്ചു പുറത്താക്കിയിരിക്കും. ഞാനത് പറയണോന്ന് ചോദിക്കുക. എന്റെ പൊന്നട, നീ ചതിക്കരുത്. ദയവ് ചെയ്ത് എന്റെ ജീവിതം കുളം തോണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് അനാമിക അവന്റെ കാല് പിടിക്കുകയാണ്. അങ്ങനെ അനാമിക ഇവിടെ നിന്ന് കെഞ്ചുന്ന സമയത്ത് നമ്മുടെ അനി ആ റെസ്റ്റോറന്റിലേക്ക് എത്തുന്നതും അനാമിക അവിടുന്ന് പരക്കം പായാനുള്ള ആ ഒരു ശ്രമം നടത്തുന്നതും ഒക്കെയാണ് അപ്കമിങ് ആണ്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ഒക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു.